ജനകീയ സേനയായി പോലീസ് മാറിയെന്നും അതോടൊപ്പം തന്നെ വനിതാ പങ്കാളിത്തം സേനയിൽ വർദ്ധിപ്പിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? അഞ്ജന, ഏത് ആപത്ത് വന്നാലും ആ സമയങ്ങളിൽ ജനങ്ങൾക്ക് വിശ്വസ്തയോടുകൂടി തന്നെ ആശ്രയിക്കാൻ കഴിയുന്ന ഒരു ജനകീയ സേനയായി കേരള പോലീസ് ഇപ്പോൾ മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. പുതിയ സേനാംഗങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ തൃശൂർ രാമവർമ്മപുരം പോലീസ് അക്കാദമിയിലായിരുന്നു, കേരള പോലീസ് അക്കാദമിയിലായിരുന്നു. അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിക്കുകയാണ് ഇക്കാര്യം പറഞ്ഞത്. 448 പേരാണ് പരിശീലനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയത്. വനിതാ പങ്കാളിത്തം കേരള പോലീസ് സേനയിൽ വർദ്ധിപ്പിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യം. അവർക്ക്, ഈ വനിതാ അംഗങ്ങൾക്ക് സേനയ്ക്കുള്ളിൽ തന്നെ കൂടുതൽ അവസരങ്ങൾ നൽകുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വളരെ മികച്ച പരിശീലനം ഇത്തവണത്തെ ബാച്ചിന് ലഭിച്ചിട്ടുണ്ടെന്ന കാര്യം മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഫോറൻസിക് സയൻസും സൈബർ ക്രൈമും ഉൾപ്പെടെ എല്ലാ ആധുനിക പരിശീലനവും ലഭ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ NDRFന്റെ വിദഗ്ധ പരിശീലനം ലഭിച്ച ആദ്യ ബാച്ച് കൂടിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ആംഡ് വനിതാ പോലീസിലെ പോലീസിന്റെയും വനിതാ പോലീസ് ബാച്ചിന്റെയും KAP 5ാം ബറ്റാലിയന്റെ പുരുഷ പോലീസുകാരുടെയും അങ്ങനെ രണ്ട് സംയുക്ത ബാച്ചിന്റെയും പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത്. കേരള പോലീസ് ജനങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ജനകീയ സേനയായി മാറി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങളാണ് തിയോഫൻ നൽകിയത്.